ഞാൻ 18 വർഷം ശബരിമലക്ക് വരുന്ന ഒരാളാണ്. അവിടെ നിന്ന് എങ്ങനെയാണ് ഈ അയ്യപ്പസ്വാമി തന്നെയാണ് എന്നെ കാണിച്ചു തന്നത്. ഇതില്ലെന്നുള്ളത് മുരളിച്ചേട്ടൻ പോകാൻ പോയാണ്. അപ്പൊ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് വാക്ക് പറഞ്ഞു, എന്റെ പടവും ഇത്തവണ മത്സരിക്കുന്നുണ്ട്, പക്ഷെ നിനക്ക് അവാർഡ് കിട്ടാൻ ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് മുരളിച്ചേട്ടൻ കാറിലേക്ക് കയറി പോണൊരു പോക്കുണ്ട്. മേല് കൂടുന്നത് 1/4 പവനുള്ളത്. ഈ കമ്മലായിരുന്നു എന്റെ IMF. ഈ കമ്മൽ ഞാനിപ്പോഴും ഭദ്രമായിട്ട് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അച്ഛനുറങ്ങാത്ത വീട് എന്ന സിനിമയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ആദ്യം മനസ്സിലേക്ക് വന്ന മുരളിച്ചേട്ടനാണ്. കാരണം മുരളിച്ചേട്ടൻ എന്നൊരു നടൻ എൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് ഒരുപക്ഷെ ഇത്രയും പെർഫോം ചെയ്യാൻ പറ്റില്ലായിരുന്നു. നല്ല സപ്പോർട്ടിങ് ആയിരുന്നു മുരളിച്ചേട്ടൻ. മുരളിച്ചേട്ടനെ ഓർക്കുന്ന വെച്ചാൽ അപ്പോൾ ലാൽ ജോസ് എന്നോട് പറഞ്ഞു, എടാ മുരളിച്ചേട്ടൻ വരാൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ സന്തോഷമായി. അപ്പോൾ പുള്ളി ഇത് കുടിക്കുമെന്നാണ് കേട്ടേക്കണത്. നീ പകലൊന്നും കുടിപ്പിക്കാതിരുത്താൽ നിന്റെ ചുമതലയാണ്. അപ്പോൾ ഈ മുരളിച്ചേട്ടൻ അത്ര വലിയ പരിചയമൊന്നുമില്ല. അന്ന് പരിചയമുണ്ട്, ഇൻറ്റിമസി ഒന്നുമില്ല മുരളിച്ചേട്ടനായിട്ട്. അപ്പം നിന്റെ ചുമതലയൊന്നും ലാലു എന്ന് പറഞ്ഞു, നീ കുടിപ്പിക്കരുത് ഉള്ള ഓക്കെ. ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ എൻ്റെ ഇതൊക്കെ എടുത്തിട്ട്. അങ്ങനെ മുരളിച്ചേട്ടൻ വന്നു, ഞങ്ങൾ ഇരുന്ന് പെട്ടെന്ന് അടുത്തു. മുരളിച്ചേട്ടനായിട്ട് ഭയങ്കര സിങ്കായി. പിന്നെ ഞാൻ ഒരു 2 ദിവസം കൊണ്ട് ഞാൻ കീഴ്പ്പെടുത്തി പുള്ളിനെ. പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ കുടിക്കാൻ പറ്റില്ല, എടാ 2 വേണ്ട, വൈകിട്ട് കടിച്ചോ, വൈകിട്ട് മതി, ഇവിടെ വെച്ച് വേണ്ട, വൈകിട്ട് നമുക്ക് പറയാൻ പറ്റുമല്ലോ കുടിക്കണ്ടെന്ന്. ചേട്ടാ വൈകിട്ട് വേണ്ട ചേട്ടാ അങ്ങനെ പറഞ്ഞ് ഒരു സഹോദരൻ പറയുന്ന പുള്ളിയൊക്കെ അനുസരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പോയാ ഞാൻ അടിക്കൊന്നൊന്നുമല്ല. ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടാ കഴിക്കണ്ട, ഓക്കെ നീ പറഞ്ഞ പോലെ പറഞ്ഞു വെച്ചു. അങ്ങനെ ഒരു ദിവസം എന്നോട് പറഞ്ഞ്, എടാ സുനിതനോട് കുറച്ച് കരിമീൻ പൊള്ളിച്ച് കൊണ്ടുവരാൻ പറ. ഞാൻ വീട്ടിൽ ഇവളോട് വിളിച്ച് പറഞ്ഞ്, അപ്പോൾ ഒരു ചട്ടിയിൽ തന്നെ കരിമീൻ കണമ്പ് ഒക്കെ ഞാൻ പറഞ്ഞ കുറച്ച് സാധനങ്ങൾ കൊണ്ട് മുരളിച്ചേട്ടൻ്റെ കൂടെ. അന്ന് പാലയിലാണ് ഷൂട്ടിങ്. ആ മുരളിച്ചേട്ടൻ ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ എൻ്റെ റൂമിൽ പാല മഹാറാണിയിൽ പുള്ളി പറഞ്ഞ് ഞങ്ങൾ വന്നിട്ടുണ്ടെന്നാണെന്ന് പറഞ്ഞു. സുനിതയൊക്കെ വന്നാന്ന് വെച്ച്. അപ്പോൾ പറഞ്ഞു അവരെത്തും, ഇപ്പം തന്നെ എത്തും. ഞാൻ കൂടെ കുറച്ച് വർത്തമാനം പറഞ്ഞിരിക്കാം എന്ന് പറഞ്ഞിട്ട് വന്നു. ഒരു സ്ക്രിപ്റ്റ് എടുത്ത് എൻ്റെ മുമ്പിലേക്ക് ഇട്ട് വായിച്ചു നോക്കാൻ പറഞ്ഞത്. വായിച്ചു നോക്കി. എനിക്ക് ഡയലോഗൊന്നുമില്ല, 2 അടിച്ചോട്ടെ എന്ന് വെച്ച്. സ്ക്രിപ്റ്റായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമില്ല. മുരളിച്ചേട്ടൻ 2 ഞാൻ പറഞ്ഞു 2 അടിച്ചോ. സ്ക്രിപ്റ്റ് നോക്കിയപ്പോൾ ഡയലോഗില്ല. അപ്പൊ ഞാനും മദ്യപിക്കുന്ന ആളാണ്, അല്ലാണ്ട് ഞാൻ മാന്യനൊന്നുമല്ല. അപ്പൊ എന്നെ കേട്ട് നിനക്കും ഡയലോഗില്ല, വേണമെങ്കിൽ 2 നെയ്യും വിട്ടോളാം. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ഇതൊക്കെ ചെയ്ത് മീൻ കൊണ്ടുവന്ന് അപ്പോഴേക്കും വൈഫും ചന്തും ആരോമലൊക്കെ വന്ന് കരിമീനൊക്കെ ആയിട്ട് വന്ന് പുള്ളി ഹാപ്പിയായി. അന്നത്തെ തീരെയാണ് പുള്ളിയുടെ വർക്ക് നിന്നപ്പോൾ മുരളിച്ചേട്ടൻ പോകാൻ പോയാണ്. അപ്പോൾ ഒരു യാത്രയായി പോലെ മുരളിച്ചേട്ടന്, കാരണം അത്ര സഹകരിച്ച മനുഷ്യനല്ലേ. അപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് വാക്ക് പറഞ്ഞു പുള്ളി, എൻ്റെ പടവും ഇത്തവണ മത്സരിക്കുന്നുണ്ട്, സ്റ്റേറ്റ് അവാർഡിന് മത്സരത്തിനുണ്ട്, പക്ഷെ നിനക്ക് അവാർഡ് കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കും. എന്ത് ശുദ്ധനായ മനുഷ്യനാണെന്ന് അറിയാമോ? നിനക്ക് അങ്ങനെ ആരും പറയില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ലാലു അപ്പോൾ എവിടുന്നപ്പോഴോ പൈസ ആയിട്ട് വന്ന് മുരളിച്ചേട്ടൻ്റെ കൈ കൊടുത്തു. ചേട്ടാ ബാക്കി എമൗണ്ട് വാങ്ങിച്ചു. പുള്ളി അങ്ങനെ തന്നെ ലാലുവിൻ്റെ കയ്യിൽ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഈ പടത്തിൻ്റെ പരസ്യത്തിന് ഉപയോഗിക്കാൻ പറഞ്ഞു. എന്നിട്ട് മുരളിച്ചേട്ടൻ കാറിലേക്ക് കയറി പോണൊരു പോക്കുണ്ട്. മേല് കൂടുന്നു. ലാലു ഈ പൈസയും പിടിച്ചിരുന്നു. ഇപ്പോൾ തൊട്ടപ്പുറത്ത് ബാബുജൻ നടന്നു. അത്രക്ക് ഒരു ഹൃദയശുദ്ധിയുള്ള മനുഷ്യൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. പക്ക കമ്മ്യൂണിസ്റ്റുകാരനാണ്. എന്നാൽ അമ്പലത്തിൽ പോയി പ്രസാദം തൊട്ട് ഇന്നലെ പ്രസാദം എന്ന് വെച്ചിട്ട് യുക്തിവാദിയല്ല, എന്നെ പോലെ യുക്തിവാദിയല്ല. ഇതെങ്ങനെ യുക്തിവാദിയായത്? എനിക്ക് അനുഭവം, എൻ്റെ പേരിൽ അനുഭവങ്ങൾ. ഞാൻ 18 വർഷം ശബരിമലക്ക് വരുന്ന ഒരാളാണ്. അയ്യപ്പസ്വാമി തന്നെയാണ് എന്നെ കാണിച്ചു തന്നത്. ഇതില്ലെന്നുള്ളത്. കാരണം ഞാനിങ്ങനെ തൊഴുതുപോയി മേപ്പോട്ട് നോക്കുമ്പോഴാണ് തത്വമസി എന്ന് എഴുതിച്ചത്. തത്വമസി എന്ന് വെച്ചാൽ
അത് നീയാകുന്നു. അത് ഞാനാവുന്നെങ്കിൽ പിന്നെ ഞാൻ ഇതിനെ ഇവിടെ വന്നത് എങ്ങും പോകേണ്ട കാര്യമില്ലല്ലോ. ഞാനാണ് ഈശ്വരൻ എന്നാ പറഞ്ഞത്. നമ്മള് ഒരു ഹോപ്പിന് വേണ്ടിയിട്ടല്ല, ഒരു എന്താ പറയാ, ഒരു എന്തിലേത്തെങ്കിലും ഒരു വിശ്വാസം, മറ്റേ നമ്മുടെ ഒരു സങ്കടം പറയും. പക്ഷെ അതിനാളുണ്ടല്ലോ, അതൊന്നും കുഴപ്പമില്ല. അതിന് ദൈവം തന്നെ വേണമെന്നില്ലല്ലോ. അതെ, തീർച്ചയായും. നിങ്ങളുടെ കൂട്ടാളികളോട് പറയാ, നിങ്ങളുടെ സുഹൃത്തിനോട് പറയാ, നിങ്ങൾക്ക് അതിനൊരു എന്താണ് ഒരു പ്രതിഫലം, ഒരു പ്രതിഫലനം. നമുക്കൊരു ജഡ്ജ്മെന്റ് ഇല്ലാതെ നമുക്ക് സ്വന്തം നമ്മളായിട്ട് നിന്നിട്ട് എന്ത് വേണമെങ്കിലും പറയാൻ പറ്റുമല്ലോ. ആരോട്? ദൈവത്തിനോട്. അതൊരു ഭ്രാന്താണ്. അല്ലാണ്ട് ഇപ്പൊ ഇന്നേ വരെ ഒരാളുടെ കാര്യവും എന്റെ കാര്യവും നടത്തി തന്നിട്ടില്ല. പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്റെ ഒരുപാട് ദൈവങ്ങള്. എന്തോ പ്രാർത്ഥിച്ചിരിക്കുന്നേ, എന്ത് പ്രാർത്ഥിച്ചിട്ട് ഇന്നേ വരെ ഒന്നും നടന്നിട്ടില്ല. ഈ പറഞ്ഞ പോലെ അമ്മേനെ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, എന്തെങ്കിലും ഉണ്ടെങ്കിലും അമ്മേനെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും അമ്മയുടെ ഓർമ്മയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു? അമ്മയുടെ മാല ഇത്? ഓ, അടിപൊളി. അല്ലെങ്കിൽ ആരും കിട്ടുന്ന മാല. അതല്ല, ഇങ്ങനെ നടക്കുന്നവരുണ്ട്. ഇത് എൻ്റെ അമ്മയുടെ ഒരു സ്വപ്നമായിരുന്നു. ഞാൻ എൻ്റെ അമ്മനെ കാണുന്നത് പുല്ല് പറിക്കുമ്പോൾ പശുവിന് പുല്ല് പറിക്കണം അമ്മ. ഞാനിരുന്ന് അമ്മയുടെ ചാരി നിൽപ്പുണ്ട്. അപ്പം എൻ്റെ വീട്ടിൽ ഒരുപാട് പശുവുണ്ട്. അമ്മയുടെ കഴുത്തിൽ 2 മാലയുണ്ട്. ഒരു കാശുമാലയും ഒരു അവിലുമാല എന്ന് പറയും. അവിലുമാല, പഴയ അവിലുമാല. ഈ 2 മാല. അപ്പം ആ മാലയമ്മയൊക്കെ ഞങ്ങൾ പിടിക്കും. എൻ്റെ മൂത്ത പെങ്ങളുടെ കല്യാണം വന്നപ്പോൾ ഈ കഴുത്തൊഴിഞ്ഞ അമ്മ വിറ്റു. വിറ്റല്ല, അല്ല, പെങ്ങൾക്ക് കൊടുത്തത് സ്ത്രീധനമായിട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ കഴുത്തിൽ ഈ മാല വീണിട്ടില്ല. പിന്നെ പലർക്കും അമ്മക്ക് മാല വാങ്ങിച്ചു കൊടുക്കാമായിരുന്നു, എന്തോ മക്കളാരും ചെയ്തില്ല. അപ്പം ഞാൻ അമ്മനോട് പറയുമ്പോൾ നമുക്കൊരു മാല, നീ പണിക്കാരനാവട്ടെ, അന്നേരത്ത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ ഒരു മാല ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അവൾ ചോദിച്ചു എൻ്റെ അമ്മക്ക് കൊടുത്തോട്ടെന്ന് ചോദിച്ചു. എൻ്റെ അമ്മക്ക് ഞാൻ പറഞ്ഞു, ഓ അമ്മക്ക് വലിയ സന്തോഷം. ഇവളങ്ങനെ തന്നെ അമ്മയുടെ കഴുത്തിലിട്ട് കൊടുത്തു. പിന്നെ ഞാൻ കുറച്ചും കൂടി സ്വർണ്ണങ്ങൾ പിന്നെ പൈസ ആഡ് ചെയ്തിട്ട് ഈ മാലയാക്കി, പുതിയ മാലയാക്കി. അപ്പോൾ അമ്മയുടെ കമ്മലുണ്ട്, 5 കല്ലിൻ്റെ കമ്മല്. വൈറ്റ് അല്ല, റെഡ് കല്ല്. 5 കല്ലുണ്ടാവുക. പഴയുള്ള സ്ത്രീയുള്ള ഇതാണ്. അപ്പൊ 5 കല്ലുള്ള ഈ 1/4 പവനുള്ളത് ഈ കമ്മലായിരുന്നു എൻ്റെ IMF. ഞാൻ അമ്മ പൈസ ഇല്ലാണ്ടാവുമ്പോൾ ഇത് ഊരിത്തരും, ഞാൻ പണയം വെക്കും. പിന്നെ അമ്മ എവിടെ നിന്നെങ്കിലും കാച്ചെടുത്തിട്ട് വരും, ഈ കമ്മൽ ഞാനിപ്പോഴും ഭദ്രമായിട്ട് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. കാണോ? ഇതാണ് ആ പറഞ്ഞ കമ്മല്. നല്ല ഇപ്പോഴും അതിന് തളക്ക അതുപോലെ തന്നെ അതേപോലെ ഇത് ഉണ്ട്. ഇത് കയറി ഇറങ്ങാത്ത പറവൂർത്ത സ്വർണ്ണ പണയെടുക്കണ കടകളില്ല. ഇത് കയറി ഇറങ്ങാത്ത കടകൾ ഉണ്ടാവൂല. എനിക്ക് എന്തെങ്കിലും ഇത് വരുമ്പോൾ അമ്മ ഇത് ഊരിത്തരും, അവിടെ കൊണ്ട് പണയം വെക്കും. ഇതായിരുന്നു ഒരു കാലത്ത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരിടത്ത് എത്തിയിട്ടുള്ള, ഒരു നിലയ്ക്ക് എത്തിയിട്ടുള്ള മക്കളുടെ, എനിക്ക് തോന്നുന്നു അല്ലാത്തവരുടെയും മക്കളുടെ ആമ്പിള്ളാരുടെ എല്ലാവരുടെയും ഒരു ബേസ് അമ്മമാരുടെ കമ്മലോ മാലയായിരിക്കും അല്ലേ? ആയിരിക്കുള്ളൂ, അത് തീർച്ചയായിട്ടും. എന്റെ മാത്രമല്ല, ഒരുപാട് മക്കൾക്ക് ഇതേപോലത്തെ കമ്മലുകൾ സൂക്ഷിക്കുന്ന ഒരുപാട് മക്കളുണ്ടാവും. നമുക്കൊരാവശ്യം എന്റെ അമ്മ മരിച്ചപ്പോ എന്റെ പെങ്ങളി ചോദിച്ചു, കമ്മൽ ഞാൻ ഇട്ടോടാന്ന് ചോദിച്ചു. അത് തരില്ല, ചേച്ചിക്കാണെങ്കിൽ വേറെ കമ്മൽ ഞാൻ വാങ്ങിച്ചു തരാം, ഇത് തരില്ല എന്ന് പറഞ്ഞു. ഇത് എനിക്കൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അതിന് അണിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ എനിക്കൊരു 2 പിള്ളേരായി പോയി, അവിടെയും ഞാൻ പരാജയപ്പെട്ടു. അപ്പൊ ഇനി ഞാൻ മരിക്കുമ്പോ എന്റെ കൂടെ ഇട്ട് ഇതിനെ നോക്കട്ടെ. അതെ, അവരാണ് ഓക്കെ, നമ്മൾ ഹാപ്പിയാണ്. അപ്പൊ ഇത് അങ്ങനെ ഇട്ട് കാണണം എന്നെ സ്വപ്നമാണ്. അല്ല, നടന്നില്ലെങ്കിൽ ഇത് എന്നോടൊപ്പം വരണമെന്നാണ്. അതെ, അപ്പൊ ഇത് ഞാൻ ഇതാവുമ്പോ ഇത് അതിനെ തെറ്റേക്കാം. എനിക്ക് ആകെ കൊണ്ടുപോകാനുള്ളത്, നമ്മളൊന്നും കൊണ്ടുപോയില്ല എന്ന് പറയാം, പക്ഷെ എനിക്കിത് കൊണ്ടുപോകണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സലീം കുമാർ എന്ന് പറയുന്ന ആള് ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണോ അതോ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആണല്ലേ? എനിക്ക് ഒരു വിരഹമോ ഒന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല. ഞാൻ മരണ വീട് പോയ ഏത് മരണ വീട്ടിൽ പോയാലും ഞാൻ കരയും. ആരെ എന്തൊന്നും ഇല്ല. കാരണം ആ മനുഷ്യൻ ഇല്ല ഇനി.
നാളെ അയാളില്ല. അതേപോലത്തെ അവസ്ഥയിൽ നമ്മുടെ ഇപ്പൊ ഉള്ള ഒരു സൊസൈറ്റി ആ ഒരു ഇമോഷണൽ ലെസ് ആയി വരുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അതിന്റെ തന്നെയാണ് ഈ കൊലപാതകങ്ങളെ കൂടുന്ന. അതെ, ആ കൊലപാതകങ്ങൾ മുണ്ടിയ വാളെടുത്ത് വെട്ടാന്നൊക്കെ പറഞ്ഞാൽ ഇമോഷണൽ ഇല്ലാണ്ടായിട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും ഇമോഷണലുള്ളൊരു സൊസൈറ്റിയിലെ കാരുണ്യം ഉണ്ടാവുള്ളൂ, ദയ, ഇതൊക്കെ വേണ്ടേ. അല്ലാണ്ട് മിണ്ടിയ വഴിക്ക് കത്തിക്കെട്ട് കുത്തിയിട്ട് പറഞ്ഞിട്ട് ഇവർ പോയി ജയിലിലല്ലേ കഴിയണത്. അല്ലാണ്ട് ഇവർ പോയി സൂക്കിയാലല്ലോ. എത്രയോ ജീവിതങ്ങളാണ് ജയിലിൽ ഇത് ചെയ്യണത്. ജയില് കഴിയുമ്പോഴും മെച്ചൊന്നുമില്ല. ഇത്ര വർഷം കഴിയുമ്പോ ഞാൻ ചുമ്മാ പറയുകയാണ്. ഇത്ര വർഷം കഴിയുമ്പോൾ ജീവിതം പോയി. പിന്നെ അവിടെ നിന്ന് വന്നിട്ട് ഒരു ജീവിതം പടുത്തുയർത്തിയ ആൾക്കാരൊന്നും ഇതുവരെ ഇല്ല. ജീവിതം പടുത്തുയർത്തി സമൂഹത്തിൽ ഉന്ന സ്ഥാനമൊന്നുമില്ല. എത്ര അവനായാലും ശരി, അവനത് സൊസൈറ്റി കാണുന്നത് വളരെ മോശക്കാരൻ തന്നെയായിട്ടാണ്. അതെ, അങ്ങനെ തന്നെ വരുള്ളൂ. നമ്മള് വാട്ട് വി ഗീവ് അതല്ലേ നമുക്കും തിരിച്ചു കിട്ടത്തുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഇമോഷണൽ ആയിട്ട് നിൽക്കുന്നെന്ന് പറയുമ്പം, ഈ കേരള കഫേ ആ പടത്തിന്റെ ഇത് പറയുമ്പം, ആ ഒരു ഇമോഷൻ ആ സമയത്ത് എങ്ങനെയാണ് അത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്? ഇമോഷണൽ ആയിട്ടുള്ള ഒരാൾക്ക് അത് ഹോൾഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് പറ്റിയില്ല. എനിക്ക് അമ്മയെ കേരള കോഫി ഹൗസിൽ അമ്മയെ വീഴ്ചിട്ട് സരിത തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന സംഭവമുണ്ട്. ഒറ്റ ഷോട്ടാണത്. വൺ ഷോട്ടാണ്. തിയേറ്ററിൽ പടി വരെയും. ഇവിടെ വന്നിട്ടാണ് ഇയാൾ പൊട്ടിക്കരയണത്. അതുവരെ നമ്മൾ പിടിച്ചു വെക്കുകയാണ്. വലിയ ബുദ്ധിമുട്ടാ. ഒരു കർച്ച ഇവിടെ വന്നിട്ട് അൻവർ പറഞ്ഞു ഇവിടെ വന്നിട്ട് ആണ് ആ പൊട്ടിക്കരഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നിട്ട് ശരിക്കും പൊട്ടിക്കരയിലായിരുന്നു. ഞാൻ എൻ്റെ അമ്മയായിട്ട് അത്ര ഇതായിരുന്നു. അതെ, അത്ര ക്ലോസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മനെയാണ് ഞാൻ ആ സമയത്ത് ഓർത്തത്. അപ്പം അതെ, അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ മോഹമായിരുന്നു എൻ്റെ അമ്മക്ക് വേണ്ടി ഒരു സ്മാരകം ഉണ്ടാക്കാന്നുള്ളത്. അത് ഞാൻ എൻ്റെ നാട്ടിലൊരു സ്റ്റേജ്, കൂവപ്പറമ്പിൽ കൗസല്യ ഗംഗാധര മെമ്മോറിയൽ സ്റ്റേജ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പോകുമ്പോൾ കാണാത്. അടുത്ത് തന്നെ. അപ്പോൾ അത് ഇന്നും സ്മാരകമായിട്ടൊക്കെയാണ്. അവിടെ ഒരുപാട് അമ്മമാര് മക്കളുണ്ട്. അവരൊക്കെ ലക്ഷപ്രഭുമാരും കോടീശ്വരന്മാരൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ അമ്മക്ക് വേണ്ടി സ്മാരകം പണിത മകൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ അമ്മ അങ്ങനെ ആളുകൾ പറയുമല്ലോ, ഒരു അമ്മയെ സ്നേഹിച്ചിരുന്ന മകൻ ഇവിടെ ഉണ്ടായിരുന്നു. അത് എൻ്റെ ജീവിതമാണ് എന്നാക്കി. അങ്ങനെ എൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് അമ്മയാണ് മരിച്ചോണെങ്കിൽ ഞാൻ അനാഥനായി പോയനെ. ആ സമയത്ത് എൻ്റെ അച്ഛൻ മരിക്കുന്നത് 85-ലാണ്, അമ്മ 2000-ലാണ്. 5 വർഷം കഴിഞ്ഞാൽ 15 വർഷം എന്ന് വെച്ചാൽ ഭയങ്കര വർഷമായിരുന്നു. അപ്പൊ ഈ എങ്ങനെയാണ്, എനിക്ക് എന്താന്ന് പറയുക, എനിക്ക് കുറെ ഇങ്ങനെ ഡൗട്ട്സ് വരുന്നേ. ഈ നമ്മൾ ഈ കോമഡി പറയത്തില്ലേ, കോമഡി പറയുമ്പോഴത്തേക്കും ഇപ്പൊ അനുഭവങ്ങളിൽ നിന്ന് എടുക്കണം എന്ന് പറയും. പക്ഷെ എന്നാലും നമുക്കൊരു സെൻസ് വേണ്ടേ, അത് ഈ സ്ഥലത്ത് ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും എന്നുള്ളത്. അതെങ്ങനെയാ വന്നത്? അതെങ്ങനെയാ ആർട്ടിസ്റ്റ് എന്ന് പറയണത്? ഒരുപാട് സംഭവങ്ങൾ വരുമ്പോ അതെല്ലാം എവിടെ വെക്കണം എന്ന് അവന്റെ മനസ്സിലുണ്ടാവും കുറെ സംഭവങ്ങൾ. ഞാൻ എത്രയോ പടങ്ങളിലാണ് ഞാൻ പറഞ്ഞേക്കണം, പ്രത്യേകിച്ച് ഷാഫിയുടെ പടങ്ങളില്. ഷാഫിയൊക്കെ ഇങ്ങോട്ട് ചോദിക്കും, ഇവിടെ ഇടാൻ പറ്റിയ വല്ലതും ഉണ്ടാ? പിന്നെ 2-3 പറഞ്ഞു ചിലപ്പോ. മെൽക്കൊക്കെ ഒരുപാട് ഒരുപാടുണ്ട്. പക്ഷെ അത് സ്ക്രിപ്റ്റ് കുറച്ച് കാണുകയല്ല, അയാളുടെയും കൂടി അല്ല, അത് ഡെഫിനറ്റ്ലി അല്ലല്ലോ. കാരണം എന്താന്ന് വെച്ചാല് ഇപ്പം നമുക്ക് ഇപ്പൊ കഥ എഴുതുന്നവരുണ്ട്, ബുക്ക് നോവൽ എഴുതുന്നവരുണ്ട്. പക്ഷെ വായിക്കുന്ന നമ്മുടെ ഇമാജിനേഷൻ അല്ലേ, അവര് എഴുതാണ്ട് ഒരിക്കലും നമുക്കത് ചെയ്യാൻ പറ്റില്ല. പിന്നെ പക്ഷെ അത് വരണമെങ്കിൽ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ വേണം, വായന വേണം. ഞാൻ ഈ നടന്മാരാവുന്ന പിള്ളേരോട്, എന്റെ മോനോട് പറയണതൊക്കെ തന്നെയാണ്. ഇപ്പോഴല്ല, സിനിമയിലല്ല, അല്ലാതെ. അപ്പൊ MT വാസുദേവൻ നായരൊക്കെ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ നൂജൻ സമയത്താണ് കേരളത്തിൽ അറിയപ്പെടുന്നത്. അതേപോലത്തെ ആളിപ്പോഴും വന്നിട്ടില്ല. അപ്പൊ പുനത്തിൽ കുഞ്ഞുദ്രയിലും സക്രിയയിലൊക്കെ അവരുടെ നൂജൻ സമയത്താണ് അവർ വന്നേക്കണത്. ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഞാനും അങ്ങനെ ഒരു പുസ്തകത്തിനെ കുറിച്ച്. എന്നാലും ഇപ്പൊ ഒരു പുതിയ ന്യൂജൻ തലമുറ ഇത് കേട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുകയാണ്, ആദ്യം ഏത് ബുക്ക് സജസ്റ്റ് ചെയ്യും സലീമേട്ടൻ? അങ്ങനെ ഒരുപാട് ബുക്കാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട SK പൊറ്റക്കാരൻ്റെ ഒരു ദേശത്തിന്റെ കഥയുണ്ട്. ഒരു ദേശത്തിന്റെ കഥ. എനിക്ക് അത് ഞാൻ എത്ര പ്രാവശ്യം വായിച്ചെന്ന് എനിക്ക് തന്നെ അറിയില്ല. എനിക്ക് അതേപോലത്തെ ഒരു പുസ്തകം എല്ലാവർക്കും എഴുതാം, അവരവരുടെ ജീവിതം വെച്ചിട്ട്. അത്രക്കും മനോഹരമാണ്. അത് നമ്മളിൽ ഒരാളായിട്ട് മാറും.
ESK പൊറ്റക്കാട് എന്ന കഥാപാത്രം. അതെ, ശ്രീധരൻ നമ്മളായിട്ട് മാറും. അങ്ങനെ എല്ലാ പടങ്ങളും രണ്ടാം ഊഴം ആയാലും ശരി, അങ്ങനെ ഒരുപാടുണ്ട്. ഇഷ്ടം വായിക്കുന്നതിന് അതിൻ്റെതായ ഒരു ഫീൽ ഉണ്ട് നമുക്ക്. ഞാൻ എന്തുകൊണ്ട് സിനിമ കാണുന്നില്ല എന്നിട്ട് നമുക്ക് പുസ്തകം വായിച്ചാൽ മതി. പുസ്തകം വായിച്ചാൽ നമ്മളായ ഡയറക്ടർ, നമ്മളായി ക്യാമറമാൻ, നമുക്ക് അത് എല്ലാം ഓരോ ക്യാരക്ടറും നമ്മൾ. അതെ, എന്ത് സിനിമാ സംവിധായകനോ അവൻ എന്ത് ചെയ്യണം എന്ന് നോക്കുന്ന ആളോട് പറയാൻ നിങ്ങൾ പുസ്തകം വായിക്കുക. ബഡ്ജറ്റും വേണ്ട. അല്ല, പുസ്തകം വായിച്ചാൽ എന്ത് ബഡ്ജറ്റ്? അതാ പറഞ്ഞ ബഡ്ജറ്റും വേണ്ട, പ്രൊഡ്യൂസർ വേണ്ടല്ലോ. ആ പ്രൊഡ്യൂസർ വേണ്ട, ഒന്നും വേണം. നമുക്ക് വിഷ്വൽ ചെയ്യാം. അതല്ല, ആ നോവലിനെ വിഷ്വൽ ചെയ്യാം. നമുക്ക് വായനയിലൂടെ കാണാം. നമുക്ക് എവിടെ മുറിക്കണം, എവിടെ എന്ത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ ബുദ്ധിമുട്ടിയാൽ ഇപ്പൊ ആരും വേണ്ട. ഇപ്പൊ ഒരു ഗുരുവും വേണ്ട, ചെയ്യാൻ പറ്റുന്ന സാധനമാണ് സിനിമ. പഠിച്ചിറങ്ങ്. അതെ അതെ. അപ്പൊ ഈ പുതിയ പിള്ളേർ പുസ്തകങ്ങൾ വായിക്കണമെന്നാണ്, ഈ ബുക്കുകളല്ല. അല്ലാണ്ട് ആ പുസ്തകത്തിനൊരു മണമുണ്ട്. എനിക്ക് പെട്രോളിന്റെ മണം ഇഷ്ടമായി. എനിക്ക് പെട്രോളാണ് ഇഷ്ടമല്ല. പക്ഷെ പുസ്തകത്തിന് മണം ഇഷ്ടം. പുസ്തകത്തിന് മണം എനിക്ക് ഇഷ്ടം. ഇങ്ങനെ പുതിയത് ബുക്ക് തുറക്കുമ്പോഴത്തേക്ക് ഒരു മണം. അതെ, ആ മണം കേൾക്കണം. പേപ്പറിന്റെ മണം ഞാൻ ആരെങ്കിലും വായിപ്പിക്കില്ല. ഫസ്റ്റ് എനിക്ക് അന്നോളം പേപ്പർ, ആ മണമുണ്ടല്ലോ. ആ തുറക്കുമ്പോ അടിക്കണം മണം. എനിക്ക് ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു മോഡേൺ ബ്രെഡ് കമ്പനിയിൽ ജോലി കിട്ടാന്നുള്ളായിരുന്നു. ഞാൻ മഹാരാജ് കോളേജിൽ പഠിക്കാൻ പോകുമ്പോ വണ്ടി അവിടുത്തെ ഒരു മണം വരും. എന്റെ ദൈവമേ, എനിക്ക് അന്നോടിയുള്ള മോഹമാണ് മോഡേൺ ബ്രെഡിൽ ജോലി കിട്ടണം. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ ഷാഫി ഇങ്ങനെ പോകുന്നു. സലിംകുമാർ എന്നൊരു നടനെ മലയാള സിനിമയിൽ അടയാളപ്പെടുത്തിയത് ഷാഫിയുടെ ഫിലിംസാണ്. ഓരോ സിനിമ ആണെങ്കിലും പേടിച്ചിട്ടാണ് ഞാൻ പഴയ സിനിമ കാണാത്തതാണ്. പേടിയാണ്. എൻ്റെ കൂടെ അഭിനയിച്ച ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ വ്യാജ ഐഡന്റിറ്റിയിലാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. IT-യിലാണ് അവൻ. അവൻ്റെ അച്ഛന് കൂൺ ബിസിനസ് എന്നാണ് പറഞ്ഞത്. അനിൽക്ക് വേറെ സപ്പോർട്ട് ചെയ്യാൻ ഇതേപോലത്തെ ഒരു മനുഷ്യൻ. നേരത്തെ മുരളിച്ചേട്ടൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതേപോലെ കോമഡിയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത ഏറ്റവും കൂടുതൽ ഹനീഫ് നിന്ന് തരും അങ്ങോട്ട്.